സിയോൺ ക്ലാസിക്സ് TV ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് TVയിലേക്ക് സ്വാഗതം. 2025 ജൂബിലി വർഷത്തിൽ തുറക്കുന്ന 5 വിശുദ്ധ വാതിലുകൾ. വത്തിക്കാൻ സിറ്റി. 2025 ജൂബിലി വർഷത്തിൽ ദണ്ഡവിമോചനത്തിന് അവസരം നൽകുന്ന വിശുദ്ധ വാതിലുകൾ സംബന്ധിച്ച് വിശദീകരണവുമായി വത്തിക്കാൻ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കത്തീഡ്രൽ ദേവാലയങ്ങളിലും ദേശീയ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളിലും 2025 ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ വാതിലുകൾ തുറക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് ഉയർന്നു വന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരവുമായി സുവിശേഷവൽക്കരണത്തിനായുള്ള റോമൻ ഡിക്കാസ്റ്ററിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി തടവുകാർക്ക് ദൈവകാരുണ്യത്തിന്റെ ശക്തമായ അടയാളം നൽകുക എന്ന ഉദ്ദേശം മുൻനിർത്തി ഒരു ജയിലും വിശുദ്ധവാതിൽ തുറക്കുന്നതിന് പാപ്പ ഇത്തവണ തീരുമാനിച്ചിട്ടുണ്ടെന്നും വത്തിക്കാൻ അറിയിച്ചു. പേസ് നോൺ കോൺഫോത്തിത് എന്ന ഔദ്യോഗിക രേഖ വഴി ഫ്രാൻസിസ് പാപ്പ നൽകിയ നിർദ്ദേശമനുസരിച്ച് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക, റോമിൽ തന്നെയുള്ള വിശുദ്ധ ജോൺ ലാറ്ററിൻ ബസിലിക്ക, മേരി ബേജർ ബസിലിക്ക, റോമൻ മതിലിന് പുറത്തുള്ള വിശുദ്ധ പൗലോസിന്റെ ബസിലിക്ക എന്നീ പേപ്പൽ ബസിലിക്കകളായിരിക്കും ജൂബിലി വർഷത്തിൽ വിശ്വാസികൾക്കായി വിശുദ്ധവാതിൽ തുറക്കുക. 1300 ആഘോഷിക്കപ്പെട്ട ജൂബിലി വർഷം മുതൽ സഭയിലുള്ള പതിവ് പോലെ ഇത്തവണയും വിശുദ്ധവാതിലൂടെ പ്രവേശിക്കുന്നവർക്ക് ദണ്ഡവിമോചനത്തിനുള്ള അവസരമുണ്ടെന്നും സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിരുകളില്ലാത്ത ദൈവകരുണയുടെ അടയാളമാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നതെന്നും ഡിക്കാസ്റ്ററി വിശദീകരിച്ചു. 2000 മഹാജൂബിലിക്ക് ശേഷമുള്ള ആദ്യത്തെ സാധാരണ ജൂബിലി വർഷമായ 2025 35 ദശലക്ഷം ആളുകൾ വത്തിക്കാനിലെ നിത്യനഗരത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ 25 വർഷം കൂടുമ്പോൾ സാധാരണഗതിയിൽ ജൂബിലി വർഷം ആഘോഷിക്കുന്നത്. രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ഈശോയുടെ മനുഷ്യാവതാര സംഭവത്തിന് 2025 വർഷം തികയുന്ന വേള എന്നത് ഇത്തവണ സവിശേഷമായ വസ്തുതയാണ്. 2024 ഡിസംബർ 24 ക്രിസ്മസ് തലേന്നാണ് 2025 ജൂബിലി വർഷത്തിന് ആരംഭമാകുക. ജൂബിലിക്ക് ഒരുക്കമായി ഈ വർഷം പ്രാർത്ഥനാ വർഷമായാണ് ആഗോള കത്തോലിക്ക സഭ ആചരിക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.